എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. എല്ലാ ടീച്ചേഴ്സിനും ഓക്കെ. ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഇന്ന് പഠിപ്പിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതാക്കാനല്ല വന്നിട്ടുള്ളത്. ബോർഡില്ല, എഴുതാൻ ബോർഡില്ല, ഒരുപാട് കാര്യങ്ങൾ. കാരണം നമ്മുടെ ടീച്ചേഴ്സിന്റെ മനസ്സിലും അതേപോലെ നമുക്ക് ഡെയിലി നമ്മുടെ മുമ്പിൽ വരുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഞാൻ ചെയ്തിട്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അതേപോലെ എല്ലാ സ്റ്റുഡൻസിനും ആരാണോ സ്വന്തം ടീച്ചേഴ്സിനെ വിഷ് ചെയ്യും. അതേപോലെ ഈ ഒരു മൂമെന്റ് മെമ്മറബിൾ ആക്കും ചെയ്യരുത്. സ്റ്റുഡൻസിന്റെ ടീച്ചേഴ്സിന്റെ ഒരു സ്ഥാനമില്ല. അതും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചും കൂടി എളുപ്പത്തില് അല്ലെങ്കിൽ ഒരുപാട് നന്നായിട്ട് അവരായിട്ട് മിങ്കിൾ ചെയ്യാനും അതേപോലെ അവരെ പഠിപ്പിക്കാനും സാധിക്കുന്നതാണ് എന്റെ വിചാരം. അതേപോലത്തെ കുറച്ച് സംഭവങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ പറയുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ആണല്ലേ, എല്ലാവരും ബിസിയാണ്. ഓൺലൈൻ ക്ലാസ്സസ് രാവിലെ കൂടെ എണീച്ച് കഴിഞ്ഞാൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാൻ സമയമില്ല, ഒന്നും ചെയ്യാൻ സമയമില്ല. ഞാൻ അത് എങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യും. അതിനും പുറമെയാണ് നമുക്ക് കുറെ വർക്കുകൾ. ഇത് അതിനോട് ഇന്റഗ്രേറ്റ് ചെയ്യുക, അത് ഇതിനോട് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓൺലൈൻ ആണെങ്കിൽ പോലും അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയുക. അങ്ങനത്തെ ഒരുപാട് ടാസ്കുകളാണ്. പിള്ളേരെക്കാട്ടിലും ടാസ്ക്കാണ്. ഇപ്പൊ ഒരു ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പിള്ളേരുടെ കാര്യം. അമ്മമാരെങ്ങനെ സ്ക്രീനിന്റെ മുമ്പിൽ വന്നാൽ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ ഉത്തരം വന്ന് ഉടനെ അമ്മ പറയും, ഒന്നും വായിക്കില്ല ടീച്ചറെ, ഒന്നും ചെയ്യില്ല, ശ്രദ്ധിക്കണേ ഇല്ല, ഇവിടെ തന്നെ ഇരിക്കുക, അത് മാത്രം. അപ്പൊ നമ്മൾ വീണ്ടും സ്കൂളിൽ അല്ലെങ്കിൽ പോലും ഫുൾ പ്രഷറോട് കൂടിയിട്ട് കുട്ടിയോട് അപ്പൊ തന്നെ നോട്ട്സ് അയക്കൂ, അല്ലെങ്കിൽ അപ്പൊ തന്നെ അത് ചെയ്യൂ. ഭയങ്കരമായ ടാസ്ക് എടുത്തിട്ടാണ് ഇപ്പോഴത്തെ പഠിപ്പിക്കുന്നത്. മറ്റേത് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഈ കുട്ടികളെ നോക്കി നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒച്ച ഉയർത്തി സംസാരിക്കാൻ പോലും നമുക്ക് അധികാരമില്ല. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ നിയമങ്ങൾ അതാണ്. പാരന്റ്സിന് എല്ലാ അധികാരം ഉണ്ടായിട്ട് പോലും അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ, പിള്ളേരെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ പിള്ളേരോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവിടെയാണ് നമ്മളും കുട്ടികളും ഉള്ളൊരു ബന്ധം. ഏതൊരു കുട്ടിയായിക്കോട്ടെ, എത്ര തന്നെ നന്നായി പഠിക്കുക അല്ലെങ്കിൽ നന്നല്ലാണ്ട് പഠിക്കാം, അല്ലെങ്കിൽ മോശമാവാം, വേറെ വല്ല ആക്ടിവിറ്റീസിലാവാം, ഇതൊന്നും ഇല്ലെങ്കിൽ കുരുത്തക്കേട് മാത്രം ചെയ്യണ കുട്ടിയായാൽ പോലും ഒരു ടീച്ചറെങ്കിലും അവൻ അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും. എല്ലാം ഷെയർ ചെയ്യാനുണ്ടാവും. അവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഒരു ടീച്ചറും കുട്ടിയും തമ്മിലുണ്ടാവും. ഒരു പാരന്റ് കുട്ടിയും തമ്മിൽ ഇല്ലേനേക്കാട്ടിലും കൂടുതൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ പലതും നമുക്ക് ടീച്ചറും കുട്ടിയായിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു ബന്ധം വേറെ എവിടെയും ഒരു ഫീൽഡിലും ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. അതേമാതിരി തന്നെയാണ് പഠിപ്പിന്റെ കാര്യമാണെങ്കിലും. നമ്മൾ എത്രത്തോളം പഴയ ബി.എഡ് എടുത്താലും ഒരു പഴയ കോഴ്സ് എടുത്താലും എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞാൽ പോലും അതാത് ജനറേഷന്റെ കൂടെ പിടിച്ചു നിൽക്കുക എന്നുള്ള ടാസ്ക് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ട് തോന്നുന്ന ഒരു ടാസ്ക് ആണ്. അത് നമ്മുടെ ടീച്ചേഴ്സിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ആരെ കൊണ്ടും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതാത് ജനറേഷൻ എങ്ങനെയാണോ ആ ജനറേഷൻ ബൈ ജനറേഷൻ അവര് മാറുന്നത്, അതേപോലെ നമ്മൾ മാറണം. ഇതേ സ്ഥാനത്ത് പലരും പറയും, എന്തിന് നമ്മൾ തന്നെ പറയും, കുട്ടികൾക്ക് റെസ്പെക്ട് ഇല്ല. പക്ഷെ അവര് കാണുന്നതും അവര് വളരുന്നതുമായിട്ടുള്ള എല്ലാ ഇതും ഹായ് ബായ് പറയുന്ന ഈ ഒരു ലോകത്ത് നമ്മളും എന്താ ചെയ്യാ, ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്ന സമയത്ത് തിരിച്ചു പറഞ്ഞാലും അവർ ഇവിടുന്ന് ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ആവുകയാണ്, അല്ലെങ്കിൽ പുറമേ നിന്ന് ഹായ് എന്ന് പറയുമ്പോഴാണ് അവർക്ക് ഒരു മനസ്സിന് സന്തോഷം കിട്ടുള്ളൂ. അപ്പൊ നമ്മളും ഹായ് എന്ന് പറയാൻ പഠിക്കുകയാണ് തിരിച്ച്. അങ്ങനെ ഓരോ നിമിഷം വളർന്ന ജനറേഷന്റെ കൂടെ നടക്കാൻ. അതേപോലെ ഒന്നും കമ്പ്യൂട്ടർ അറിയില്ല, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ അറിയില്ല, അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓരോ ടീച്ചർമാരും ഇന്ന് വളരെ സുഖമായിട്ട് ഓൺലൈൻ ക്ലാസ്സസ് ഭംഗിയായിട്ട് എടുത്തു പോകുന്നുണ്ട്. ഒരു കംപ്ലൈൻസ് ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഓരോ കുട്ടിയുടെ അടുത്തേക്ക് റീച്ച് ചെയ്യാൻ എത്തുന്നുണ്ട്. അഥവാ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കുട്ടികളെ സെപ്പറേറ്റ് ആയി വിളിച്ചിട്ട് അവരെ റീച്ച് ചെയ്യാൻ എത്തുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന പാരന്റ്സ് അവരാണ് ഇനി പ്ലേ ചെയ്യേണ്ട റോള്. അവര് മനസ്സിലാക്കണം. ടീച്ചറും കുട്ടിയായിട്ടും ഒരുപാട് പേർക്കൊക്കെ അല്ലെങ്കിലും അറിയാം, കുറെ പേരും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും ഇടയിലുള്ള ഈ ബ്രിഡ്ജ് അത് കുറയ്ക്കാൻ പറ്റും. എന്തിന്, വീട്ടിലെ പ്രശ്നങ്ങളടക്കം ഷെയർ ചെയ്യാൻ ടീച്ചർ വേണം എന്ന് പറയുന്ന കുട്ടികളും ഉണ്ട്. അവർക്ക് വീട്ടില് അതിന് മാത്രമുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഷെയർ ചെയ്താൽ കേൾക്കാനോ ഒരാളില്ലാത്തത്. അങ്ങനെ ഒരുപാട് രസകരമായ മൊമെന്റ്സ് കൂടുമ്പോഴാണ് ഒരു ടീച്ചിങ്
എന്നുള്ള ജോബ് ഫുൾഫിൽ ആവുന്നത്. സോ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്റെ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തോടെ അല്ലെങ്കിൽ പോലും ഈ ജോബിൽ എത്തിയതിനു ശേഷം ഈ ജോബ് എൻജോയ് ചെയ്യാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പലരും പല സാഹചര്യത്തിനും ഈ ജോബ് ഓപ്റ്റ് ചെയ്തതായിരിക്കും. പല ലേഡീസും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക സ്വന്തം കുടുംബവും ജോബും ഒക്കെ ഒരുപോലെ കൊണ്ടു നടക്കാം എന്നുള്ളൊരു മനസ്സോടു കൂടിയായിരിക്കും. എന്നിട്ടും നമുക്ക് വളരെ രസകരമായിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു ജോബാണിത് എന്നാണ് എന്റെ വിചാരം. നിങ്ങളുടെ ആയിരിക്കും വിചാരിക്കുന്നു. ഇന്ന് ഞാൻ രണ്ട് സംഭവങ്ങള്, രണ്ട് ലെസൺസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത വഴികള്, അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. എൻ്റെ അടുത്ത് ഇപ്പോ അതിന്റെ വീഡിയോ ഇല്ലെങ്കിൽ പോലും അതിന്റെ കുറച്ച് ഫോട്ടോസ് കഴിഞ്ഞ കൊല്ലം ഞാൻ ആദ്യമായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രസന്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നു. സോ ലക്ഷ്മിബായി, റാണി ലക്ഷ്മിബായി എന്ന് പറയുന്ന ഝാൻസി കി റാണി, അവരുടെ പോയം ഉണ്ട്, NCERTC ടെക്സ്റ്റിലെ പോയം എടുക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഒരു വലിയ ഇതാണ്. ഝാൻസി റാണിനെ കുറിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആസ് പെർ CBSE അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഇൻട്രൊഡക്ഷൻ വളരെ നന്നായിട്ട് പറഞ്ഞ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തുന്ന ഭാഗത്തിന് വേണം. ആ ഇൻട്രൊഡക്ഷൻ തന്നെ ആ കുട്ടീനെ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കണം. അതിനും പുറമെ ആ കുട്ടിയുടെ ഔട്ട്കം പറഞ്ഞാൽ അതിനെ കുറിച്ച് എന്തെങ്കിലും നല്ലത് ആ കുട്ടി പഠിച്ചിട്ട് വേണം അതിന്റെ പുറത്തേക്ക് വരാൻ. അങ്ങനെ ഒരുപാട് റൂൾസ് ഉള്ള സമയത്ത് അതൊരു ചാലഞ്ച് തന്നെയാണ്. നമ്മൾ എങ്ങനെ ആ കുട്ടീനെ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഡയറക്റ്റ് പോയിട്ട് റാണി ലക്ഷ്മിബായി ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്ന് കുറെ കഥ പറഞ്ഞോണ്ടോ, അല്ലെങ്കിൽ നേരെ സ്മാർട്ട് ബോർഡ് ഓൺ ചെയ്ത് കുറെ കഥ കാണിച്ചു കൊടുത്തോണ്ടോ, അല്ലെങ്കിൽ പാട്ട് കേൾപ്പിച്ചു കൊടുത്തോണ്ടോ, ഇതൊന്നും ആ കുട്ടിയിൽ എത്തില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ സബ്ജക്ട് ഏതാണ്? ഹിന്ദിയാണ്. നമ്മുടെ മാതൃഭാഷ അല്ലെങ്കിൽ വേറൊരു ഭാഷ ടാക്കിൾ ചെയ്യണ പോലെ നമുക്കത് പറ്റില്ല. അപ്പൊ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് എത്തണം. എങ്ങനെ എത്തും? ഒരുപാട് ഇരുന്നു ചിന്തിച്ചു. പക്ഷെ അപ്പോഴും അത് ഇങ്ങനെ ഒന്നും അല്ലാണ്ട്, ഇതൊന്നും വഴികളല്ലാണ്ട്, ആ കുട്ടിക്ക് വലിയൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ സ്പീച്ച് ഇതൊന്നും അല്ലാണ്ട്, ഏതൊരു കുട്ടിക്ക് കളിക്കാൻ ഇഷ്ടമില്ലാത്ത എന്തിനു കുട്ടികളെ പറയുന്നത്? നമുക്കും കളിയാണെങ്കിൽ എന്താ എൻജോയ് ചെയ്യും അല്ലെ? ആദ്യം തന്നെ ഒരു കളിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആ കുട്ടി ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു ഇതിലിരിക്കുന്നുണ്ടാവും. അതാണ് ഞാനിവിടെ ചെയ്തത്. ഞാനൊരു പസിലാണ് ക്രിയേറ്റ് ചെയ്തത്. പസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ ഫോട്ടോസ് ഞാൻ കളക്ട് ചെയ്തു ഫസ്റ്റ് ഓഫ് ഓൾ. അതിനുശേഷം കുഞ്ഞു കുഞ്ഞു എൻവലപ്സ് പുറത്തുനിന്ന് വാങ്ങുക അങ്ങനെയൊന്നും അല്ല ചെയ്തത്. പേപ്പറിൽ തന്നെ നമുക്ക് BEd ചെയ്തവർക്ക് അതൊന്നും ചെയ്യാൻ ഇത്ര വലിയ പാടില്ല. ചെറിയ ചെറിയ എൻവലപ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഈ പിക്ചേഴ്സ് എല്ലാം തന്നെ ബാക്കിൽ ഞാൻ പേര് എഴുതിയിട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്യുക ഇൻ ദ സെൻസ് ഒരു 9 to 12 പീസസ് വരാൻ പാകത്തിന് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് ഓരോ എൻവലപ്പിൽ ഞാൻ ഓരോ ആളുടെ പിക്ചേഴ്സ് ഇട്ടു. അതിലൊന്ന് റാണി ലക്ഷ്മിബായി ആയിരുന്നു. കട്ട് ചെയ്ത് ആ പാക്കറ്റ്സിൽ ഇട്ടു. അതിൽ 1, 2, 3 എന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഗ്രൂപ്പ് വൈസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ക്ലാസ്സിലേക്ക് ചെന്നത്. അവരെ ഗ്രൂപ്പാക്കി ഇരുത്തി. അതിനുശേഷം എല്ലാ ഗ്രൂപ്പിനും ഓരോ എൻവലപ്പ് കൊടുത്തതിന് ശേഷം ഞാൻ അവർക്കൊരു സമയം കൊടുത്തു. ആരാണ് ആദ്യം അത് ചെയ്തതിന് ശേഷം നമ്മുടെ ബോർഡിൽ ക്ലാസ് വൈസ് നമുക്ക് നോട്ടീസ് ബോർഡ് അല്ലെങ്കിൽ നമുക്ക് പിൻ ചെയ്യാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ക്ലാസ് വൈസ് എങ്ങനെ പിൻ ചെയ്യാം എന്നായിരുന്നു പിന്നെ ടാസ്ക്. പിൻ ചെയ്തതിന് അതേപോലെ തന്നെ കുട്ടികൾ ഒരുപാട് ആവേശത്തോട് കൂടിയിട്ട് അവനവന്റെ പാക്കറ്റ്സ് തുറന്നു, അത് അറേഞ്ച് ചെയ്തതിന് ശേഷം ഇട്ടിട്ട് ഒരാൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് എനിക്ക് ഇന്നാളെ അറിയാം, ഇന്നാളെ കുറിച്ചിട്ട് ഇന്നതറിയാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ കുട്ടിയുടെ മനസ്സ് തന്നെ സ്ട്രഗിൾ ചെയ്യാണ്. ഇനിയിപ്പോ ഇതൊന്നും അറിയാണ്ട് പറഞ്ഞാൽ പഠിപ്പിന്റെ ഒരു വശവും മനസ്സിലാക്കാത്ത ഒരു കുട്ടി പോലും പസിൽ കളിക്കാൻ ആ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ പസിൽ കളിച്ചതിന് ശേഷം അവൻ ഉണ്ടാക്കിയ പസിൽ എന്ത്, അതാര്, എങ്ങനെ എന്നറിയാനുള്ള ഒരു മനസ്സും ആ കുട്ടിയുടെ അടുത്തുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് ചെയ്തിട്ട് കുറെ നേരം സ്ക്രീൻ കാണിക്കുക അല്ലെങ്കിൽ കുറെ നേരം ഒരു ഫിലിം പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യണേക്കാട്ടിലും ഭേദം കൈകൊണ്ട് ആ കുട്ടി അത് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ വന്ന ആ ഒരു ഭാവം, അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു രസകരമായി തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധം ക്ലാസ്സുകളിലൊക്കെ അങ്ങനെ ഒരു മോഡില് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും. കൂടുതലും അവരോട് ചോദിക്കും പറയുകയും ചെയ്യാണ്ട് അവരായിട്ട് ചെയ്തതിന് ശേഷം അവർക്കുള്ള ഡൗട്ട്സ് അല്ലെങ്കിൽ അവരുടെ തന്നെ
ആ പോയിന്റ്സ് കളക്ട് ചെയ്യാൻ നോക്കാറുണ്ട്. ഇതേപോലെ തന്നെ രസകരമായിരുന്നു വേറെയും കുറെ ആക്ടിവിറ്റീസ്. പക്ഷെ എല്ലാം ഒന്നും ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഒരുപാട് പ്രാവശ്യം എൻ്റെ പഴയ കുട്ടികളാണെങ്കിലും അവരുടെ പാരന്റ്സ് ആണെങ്കിലും എല്ലാവരും എന്നോട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ടീച്ചർ എനിക്ക് ഹിന്ദിയിൽ ഇത്ര മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഹിന്ദി എനിക്ക് ഇങ്ങനെയും മനസ്സിലായി തുടങ്ങി. ഇപ്പൊ പുറമെ പോയപ്പോൾ ആ ടീച്ചർമാർ ചോദിക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ പഠിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഭീകര സന്തോഷമാണ്. പിന്നെ മാലപ്പടക്കം പൊട്ടണ പോലത്തെ ഒരു അവസ്ഥയാണ്. സങ്കടം തോന്നാറുണ്ട്, സന്തോഷം തോന്നാറുണ്ട്. ഒരു പ്രത്യേക അനുഭവമാണ് അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല. പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് അറിയിക്കാൻ പറ്റില്ല. അത്രയും ഇതുണ്ട്. ഓരോരുത്തരും വിഷ് ചെയ്യുമ്പോഴും ഓരോരുത്തരും വിളിച്ചിട്ട് പറയുമ്പോഴും ഒക്കെ. അതേപോലെ തന്നെ ആണ് വേറൊരു ലെസൺ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതും കൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇൻട്രൊഡ്യൂസ് അല്ല, അതിൻ്റെ ആക്ടിവിറ്റി ഞാൻ കൊടുത്തതായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ തന്നെ ഒരു കഥയാണ് തും കബ് ജാവോഗെ അതിഥി. ആ ലെസൺ കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അതൊരു ഭയങ്കര ഫണ്ണി സ്റ്റോറിയാണ്. ഒരു അതിഥി വരുന്നതും നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ കൂടെ ഇതാവണതും ഒക്കെ ആയിട്ടുള്ള കുറെ സംഭവങ്ങളാണ് വരുന്നത്. പക്ഷെ അതിന് ഒരുപാട് തരത്തിലെ ആക്ടിവിറ്റീസ് കൊടുക്കാം. പക്ഷെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, അതിനൊരു എൻഡ് ഉണ്ടോ? അയാൾ പോയോ പോയില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. അപ്പൊ റൈറ്റിംഗ് സ്കിൽ അതാണ് അവിടെ അങ്ങനെ മെയിൻ. തിങ്കിങ് ആൻഡ് റൈറ്റിംഗ്. നമ്മൾ ലാംഗ്വേജുകാരാണ്. നമുക്ക് കുട്ടിയുടെ ഉള്ളിലത്തെ ഭാവനയാണ് കൂടുതലും മനസ്സിൽ പുറത്തേക്ക് വരേണ്ടത്. അതിന് ഞാൻ ആക്ടിവിറ്റി വളരെ ഭംഗിയായിട്ട് കൊടുത്തത് ഒന്ന് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരുപാട് തരത്തിലുള്ള കഥകൾ എനിക്ക് കിട്ടി. അതിഥീനെ എങ്ങനെ അവർ വീട്ടിൽ നിന്ന് ഓടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോയിട്ടുണ്ടാവും. അതിനും പുറമെ വരുന്ന സിനിമാറ്റിക് മോഡലുള്ളത്. സോ അതിൻ്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ അവസാനം എഴുതുക. കഥയുടെ അവസാനം എന്തായി, അതൊരു ടാസ്ക്കാണ്, ഒരു രസകരമായതാണ്. അതിന് മുന്നേ തന്നെ ആ കഥയുടെ അവസാനം അതൊരു സ്റ്റോറി സ്പിന്നിലൂടെ അത് പുറത്തേക്ക് കൊണ്ടുവരും. അതിനെ പിന്നീട് അത് പേപ്പറിലേക്ക് ആക്കുകയും ചെയ്തപ്പോൾ അത് എല്ലാ കുട്ടികൾക്കും ആ ലെസൺ അത്രയും ബൈഹാർട്ടായി. അവരുടെ മനസ്സിൽ അതിൻ്റെ ഓരോ സീക്വൻസും എന്ന് വെച്ചാൽ അതിനെ വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആ ആക്ടിവിറ്റി തീർന്നതോടുകൂടി ആ കുട്ടി ആ ലെസൺ മനസ്സിലാക്കിയതും അതിന്റെ അവസാനം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരും. ആ കുട്ടിയുടെ പോർട്ട്ഫോളിയോക്കിൽ പോലും നമുക്കത് വെക്കാൻ പറ്റി. അപ്പൊ അങ്ങനെ ഒരു ടാസ്ക് ആണ് കൊടുക്കണമെങ്കിൽ ആ കുട്ടി എത്രമാത്രം എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടികളുടെയും മനസ്സിൽ ഒരുപാട് തരത്തിലുള്ള കഥകളുണ്ടാവും, അതെല്ലാം പുറത്തേക്ക് വരുന്നു. അതേപോലെ തന്നെയാണ് ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത് ലാക്കി ചൂടിയ ഓർണമെന്റ്സ്, അതിന് ചൂടിയാണ്. അതേപോലെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഓർണമെന്റ്സ് എല്ലാവരും ഉണ്ടാക്കും. വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അതുണ്ടാക്കാം. അതേപോലെ എല്ലാ തരത്തിലും ആക്ടിവിറ്റീസ് എങ്ങനെയായിരിക്കണം ഓരോ കുട്ടിയുടെയും വീട്ടിലെ അഫോർഡബിളും ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ മുന്നോക്കം പോവാം. ഇതേപോലെ തന്നെ കാർത്തൂസ് എന്ന ലെസൺ പോലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ആ കഥയുടെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ പാകത്തിനാണ് ചിത്രങ്ങളിലൂടെ. ഇനിയിപ്പോ നമുക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ പോലും നമുക്ക് ചിത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ പറ്റാവുന്ന ഒരു രസകരമായ മോഡലാണ് അത് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ എൻ്റെ ടിപ്സാണ്. എല്ലാ ടിപ്സും ഞാനിവിടെ ഇങ്ങനെ പറയാൻ പറ്റൂല, നിങ്ങൾക്ക് അത് കേൾക്കാനും പറ്റില്ല, ബോറാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലത് എത്രയും പെട്ടെന്ന് നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാനും അവർക്ക് അത് മനസ്സിലാക്കാനും നമ്മളോട് അത് ഷെയർ ചെയ്യാനും പറ്റാവുന്ന കുറച്ച് ടിപ്സാണ് ഇത് ഒക്കെ ഉണ്ടായിരുന്നത്. സോ ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. ഇതേപോലെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാം. ഞാൻ അതിനെ എൻ്റെ ക്ലാസ്സിലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. അതേപോലെ എൻ്റെ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലും എന്തായാലും ഉറപ്പായിട്ട് കുട്ടികൾക്കും ഇഷ്ടപ്പെടും, നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്നോണ്ട് ഇന്നൊന്നും പഠിക്കാനൊന്നുമില്ല, ഇന്നൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുക. കമന്റ് ചെയ്ത് പറയാൻ മറക്കരുത് എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്താണ് ഇന്ന് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി എന്നുള്ളതും കമന്റ് ചെയ്ത് പറയാം. സോ ബൈ.